ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നു, അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീണ്ടും പറയാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കുറച്ച് ദിവസം മുമ്പുള്ള മോക്ക് പഠിത്തമുള്ളൊരു ദിവസം എടുത്തു വെച്ച വീഡിയോ, പക്ഷേ ഇതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് കരുതി. കാരണം ഈ ദിവസം മോക്ക് രസവും മുട്ട വറുത്തതൊക്കെ ആയിരുന്നു ലഞ്ച്. കാരണം ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു 3-4 കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മയും ചേട്ടനും അന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മോളുടെ കാര്യങ്ങളെല്ലാം ആക്കി കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞയച്ചാൽ അവൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ച് വരാനും പറ്റും. അവളെ ക്ലാസ് മുടക്കുകയും വേണ്ടല്ലോ. അങ്ങനെ അവളെ പറഞ്ഞയച്ച് ചോറും കറിയൊക്കെ വെച്ച് വീടെല്ലാം ക്ലീനാക്കി. അപ്പോഴത്തേക്ക് അമ്മയും ചേട്ടനും വന്ന് പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ പുറത്തേക്ക് പോയി. കാരണം ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് അമ്മയ്ക്കും ചേട്ടനും കൊല്ലത്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ക്ലയൻറ്റിനെ കാണാൻ. അപ്പോൾ അവരതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങിയിരുന്നു. പിന്നെ നമുക്കൊന്ന് ആശുപത്രിയിൽ പോകണമായിരുന്നു. അങ്ങനെ അവർ ആ ക്ലയൻറ്റിനെയൊക്കെ കണ്ടിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് നേരെ പോയത് ഹോസ്പിറ്റലിലോട്ട്. ഹോസ്പിറ്റലിൽ അധികം സമയമൊന്നുമില്ല, വേണ്ടി വന്നില്ല. നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പം ഒന്ന് കടയിൽ കയറി. നമ്മുടെ ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടെ കയറി ഈ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, പക്ഷേ കണ്ടപ്പം എല്ലാം ഒന്ന് ഞാൻ വീഡിയോ ആക്കാമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ ഫോണിൽ വീഡിയോ ആയിട്ട് എടുത്തതാണ്. നമ്മൾ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൂടെ വേണമായിരുന്നു. അപ്പം അതൊക്കെ മേടിക്കാനായിട്ടും പിന്നെ ചുമ്മാ കയറിയപ്പം എല്ലായിടവും നടന്നൊന്ന് വീഡിയോയും കാര്യങ്ങളും എടുത്ത്. കാരണം നല്ല ഇതായിട്ട് അവർ അടുക്കിയും പറക്കുകയും, നമ്മൾ സാധാരണ സാധനങ്ങൾ മേടിക്കുന്നത് പറ്റുകട അങ്ങനെ ഉണ്ട്, അവിടെ നിന്ന് ഇവിടെയൊക്കെ വല്ലപ്പോഴേ നമ്മൾ കയറത്തുള്ളൂ. അങ്ങനെ കയറിയപ്പോൾ ഒരുപാട് സീഡ്സ് ഇരിക്കുന്നു. ചിലതിൻ്റെ ഒന്നും പേര് കേട്ടിട്ടില്ല, അതിനകത്ത് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വല്ലപ്പോഴും കയറുമ്പം വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കും. നമുക്ക് പറ്റിയട ഉണ്ടല്ലോ, നമ്മളപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ മേടിക്കുക, നമുക്ക് എളുപ്പവും അതാണ്. അപ്പം ഇതിപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ നമ്മൾ ആ കടയിൽ ഈ സാധനങ്ങൾ ഡ്രീം കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഷോപ്പിലോട്ട് കയറി മേടിക്കാമെന്ന് കരുതി. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിനകത്ത് നടന്ന് അന്ന് നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ആ ഒരു ക്ലൈമറ്റൂടെ ആയപ്പോൾ മോള് വരാനും നേരമായില്ല. അപ്പം നടന്നൊന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. നമ്മൾ ജെല്ലി മിഠായിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡിൻ്റെ എല്ലാം ഐറ്റംസ്, അത് ഈ കേക്ക് കാര്യങ്ങൾ സ്നാക്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ കേക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അതൊക്കെ കണ്ടു. അവിടുന്ന് നമ്മളെന്തോ മേടിച്ചത്, ഞങ്ങൾ മുട്ട പപ്സ് എന്തോ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവന്ന്. ഇതുപോലെ നല്ല ഭംഗിയുണ്ട്, അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടാൽ അത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ താഴെ ചെന്ന് ബില്ലടിച്ച്. ഇന്ന് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മയും ചേട്ടനും വന്നുകൊണ്ട് അവർ മന്തി മേടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മോള് വന്നതിന് ശേഷം 3:30 വന്നിട്ടാണ് നമ്മളിങ്ങനെ മന്തിയൊക്കെ കഴിച്ചത്. പിന്നെ അമ്മ എനിക്കൊരു തന്ന നല്ല ഒന്നാന്തരം പണിയായത്. ചെടി അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ല, അവിടെ എല്ലാവരും കൂടി ഇടുങ്ങിയിരിക്കുന്നു. അപ്പം മണി പ്ലാന്റ് എല്ലാം അടുക്കളയിൽ കൊണ്ടുവെക്കുന്നു പറഞ്ഞിട്ട് അമ്മ എടുത്ത വഴിക്ക് നമ്മളെ ബാൽക്കണിയിൽ നിന്ന് ചെടി തറയിൽ വീണ്. നമ്മൾ ഈ ചെടിയിരുന്ന ചെട്ടി മൊത്തത്തിൽ തറയിൽ വീണ് ചെടിയും മണ്ണും എല്ലാം കൂടെ ബാൽക്കണിയിലെല്ലാം വീണ്. പിന്നെ അത് വൃത്തിയാക്കി. എന്നിട്ട് പുള്ളിക്കാരി ഇതിൻ്റെ മേളിൽ മണ്ണിട്ടിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പം ഇലയും കാര്യങ്ങളൊക്കെ കുറവ്, അത് ഇരുന്ന് അത്രയും എമൗണ്ട് ഇല്ല മണി പ്ലാന്റ്. പിന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മണ്ണിൻ്റെ അടി പൂഴ്ത്തി വെച്ചേക്കോ ചെടി മൊത്തത്തിൽ. പിന്നെ ഞാൻ അതുങ്ങളെ എല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് മണ്ണിട്ട് വെച്ചതാണ്. നല്ലൊരു ഉഗ്രം പണി എന്നിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. ബൈ.